ഇന്നൊരു ചെറിയ യാത്ര പോവുകയാണ്. ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ചില രീതിയിലെങ്കിലും നെഗറ്റീവ് പറയാനും കുരു പൊട്ടിക്കാനും ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് എനിക്കിത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുണ്ടൊക്കെ ഉടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു മുണ്ടൊക്കെ ഉടുത്തിട്ട് പുറത്തിറങ്ങുക എന്നുള്ളത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ഒരു ദിവസമെങ്കിലും നമ്മൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഒരു ജീവിതം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്? കുറേ ഉറങ്ങുക, അല്ലെങ്കിൽ ജോലി ചെയ്യുക എന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചെങ്കിലും ഒരു ദിവസമെങ്കിലും നമുക്ക് നമ്മളായിട്ട് തന്നെ ഒന്ന് ജീവിക്കണമെന്ന് തോന്നാറില്ലേ? അങ്ങനെയുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇത്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് മാഞ്ഞൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര വൈബാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പണ്ടേ പച്ചപ്പും കായലും പുഴയും തോടും അങ്ങനെ പച്ചപ്പ് നിറഞ്ഞ് ഏത് പ്രദേശം കണ്ടു കഴിഞ്ഞാലും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകും. കാരണം ഞാൻ ഒരുപാട് ഈ പാടവും കണ്ടവും അങ്ങനെയുള്ള നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നല്ല രസമുണ്ട് ഇവിടെ ഉള്ള ആ ഒരു സ്ഥലവും കാര്യങ്ങളും ഒക്കെ നല്ലൊരു രസമുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിന് ശേഷം പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഈ പുറത്തൂടെ പോകുമ്പോൾ മാത്രമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കള്ള് ഷാപ്പെന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഈ കള്ള് ഷാപ്പിലൊന്നും എനിക്ക് കയറി പരിചയമൊന്നുമില്ല. മദ്യം കഴിക്കുന്നതിനെയും മദ്യം ഉപയോഗിക്കുന്നതിനെയും എതിർക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ എന്താണ് അത് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ പോയിരുന്നാൽ ഒരു മനുഷ്യന് ചേഞ്ചായിട്ട് കിട്ടുമെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് കള്ളു കുടിക്കാനൊന്നുമല്ല, എന്നിരുന്നാലും എനിക്ക് ഷാപ്പെന്ന് പറയുന്ന സംഭവമൊക്കെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തൊരു സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മുടെ നീണ്ടൂർ പഞ്ചായത്തിൽ തന്നെ. നീണ്ടൂരല്ല, മാഞ്ഞൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലാണ് കേട്ടോ ഈ ഒരു സംഭവം ഉള്ളത്. അപ്പം കുറേ നേരം ഇങ്ങനെ പാടം, നല്ല ആമ്പൽപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പാടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ നേരം ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ ചെയ്തേ. എനിക്ക് ഒരുപാട് നേരം എന്താ പറയുക, മനസ്സിന് സങ്കടമൊക്കെ വന്നാൽ ഞാൻ ഇതുപോലെ ചെറിയ 1-2 യാത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് ഹാപ്പി ആകാറുണ്ട്. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നാണ് എനിക്ക് എപ്പോഴും ശീലമുള്ളത്. അങ്ങനെ കൂട്ടുകാരോ ഒരുപാട് സുഹൃത്തുക്കളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കെപ്പോഴും ഒന്നെങ്കിൽ ഒരു പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. ഇല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു നല്ല പ്രദേശത്ത് പോയിരുന്നാൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെയൊക്കെ വന്നിരുന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര സന്തോഷമായി. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഷാപ്പെന്ന് പറയുന്ന സംഭവം. ഞാൻ ഈ ഒരു ഷാപ്പെന്നൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താ പറയുക, പുറമേ നിന്ന് കണ്ടിട്ടുള്ളതല്ലാതെ എനിക്കറിയില്ല. അപ്പോൾ ഈ മാഞ്ഞൂർ പഞ്ചായത്തിൽ തന്നെ ഉള്ള ഒരു ഷാപ്പാണ് ഇത്. മുടക്കാലി എന്നാണ് ഷാപ്പിൻ്റെ പേര്. അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഈ ഷാപ്പ് എന്താണെന്ന് ഉള്ളിൽ കയറി നമ്മൾ അപ്പോൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. കൂട്ടത്തിലുള്ള അവരെല്ലാവരും പറഞ്ഞു നമുക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിതുവരെ കാണാത്ത അല്ലെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സംഭവം കാണുക, കേൾക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ഇവർ കള്ള് വരുത്തിയപ്പോഴത്തേനും കള്ളൊക്കെ ഒഴിച്ച് നോക്കിയിട്ടാണ്. പക്ഷെ ഞാനൊരിക്കലും കള്ള് കുടിക്കുന്ന ഒരാളല്ല, ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. എന്നാ പറയണ, ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ ഈ കള്ളപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കള്ള് കൊണ്ടുവന്ന് തന്നിട്ടുള്ള ഒരു കുഞ്ഞിതായിട്ട് തന്നുള്ള ഒരു ഓർമ്മ മാത്രമേ എനിക്ക് കള്ളിനോടുള്ളൂ. പക്ഷെ ഞാൻ കള്ള് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്ന പോലെ ചെയ്തിട്ട്. പക്ഷെ എനിക്ക് അവിടുത്തെ ഫുഡൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കപ്പയും ഒരു മീൻകറിയും മാത്രമാണ് വാങ്ങിയത്. പിന്നെ കുറേ ഫുഡൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ.
പക്ഷെ അതൊന്നും എന്നാ കഴിച്ചു, ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചു കേട്ടോ. ഞാൻ കള്ളൊന്നും കഴിച്ചില്ല, ഇങ്ങനെ ഊറ്റി വെച്ചതേ ഉള്ളൂ കേട്ടോ. എനിക്ക് അതിനോട് ചില ആളുകൾ പറയും പിന്നെ ഷാപ്പിൽ പോകുന്നത് വേറെ വല്ലത്തിനുമാണ് കുടിക്കാനല്ലേന്ന്. അല്ല, എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇത് എന്താണ് അവിടെ ഇരുന്ന് നമുക്ക് എന്നാ പറയുന്നത്, അവിടെ ചെല്ലുമ്പോൾ എന്ത് വൈബാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വൈബ് എന്താണെന്ന് അറിയാമെന്നുള്ളത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട്, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ തന്നെ പറഞ്ഞത്, ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കാനും അല്ലെങ്കിൽ മോശം പറയാനും ചാൻസ് ഉണ്ട് എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ, ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കപ്പയും നല്ല മീനും ഞണ്ടും ഒക്കെ കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് എനിക്ക് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താണ് അവിടെ ഉള്ളത് അല്ലെങ്കിൽ എന്തായിരിക്കാം ഒരുപക്ഷെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്താണ്. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഈ ലഹരി പോലെയുള്ള സാധനങ്ങൾ കഴിക്കുന്നതിലൊന്നും വലിയ വൈബും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മളൊരു നേരത്തെ ഫുഡ് മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ പോലും ആ ഫുഡ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ നമ്മളാണ് നമ്മുടെ സന്തോഷം ഏത് രീതിയിൽ സെലിബ്രേഷൻ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് അവിടുന്ന് മനസ്സിലായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ലഹരി ഉപയോഗിച്ചാൽ മാത്രമാണ് ജീവിതത്തിൽ സന്തോഷം കിട്ടൂ എന്നൊന്നും എനിക്ക് അവിടെ ഇരുന്നപ്പോൾ തോന്നിയില്ല കേട്ടോ. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ എനിക്ക് ഇതെൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ്. ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളിൽ പലരും ഏത് രീതിയിൽ എന്നെ കാണുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവനവൻ്റെ സന്തോഷത്തിനായി ഒരു ദിവസമെങ്കിലും ജീവിക്കുന്നത് തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെക്കുറിച്ച് മോശം പറയാനും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ പറയാനും അപവാദങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സമൂഹത്തിൻ്റെ മുന്നിലും തലയുയർത്തി പിടിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതൊരു മുണ്ട് ഉടുത്തതുകൊണ്ടോ ഒരു കള്ള് ഷാപ്പിൽ പോയി ഒരു ഫുഡ് കഴിച്ചതുകൊണ്ടോ അത് മോശമാകുന്നില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെയാണ് എനിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമൊക്കെ സാധിച്ച ഒരു സന്തോഷത്തിലാട്ടോ ഞാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലൊരു കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റ.